ഇത് JBLന്റെ ക്ലിപ്പ് 5 എന്ന് പറഞ്ഞിട്ട് വളരെ അൾട്രാ പോർട്ടബിൾ ആയിട്ടുള്ള കയ്യിൽ ഒതുങ്ങുന്നത്ര വളരെ ചെറിയൊരു സ്പീക്കറാണ്. ഇപ്പൊ ഇത് റിവ്യൂ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഒരു കാരണമുണ്ട്, അത് ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യണത് ഈ JBLന്റെ ഒരു ലോഗോ തന്നെയാണ്. ഇത്തിരി വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്, ഓറഞ്ച് ടെക്സ്റ്റർ ഒക്കെ ആയിട്ട് നന്നായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു കരാബിനർ, ഈ ഒരു ക്ലിപ്പ് കുറച്ചും കൂടെ വൈഡ് ആക്കിയിട്ടുണ്ട്, ഉള്ളിലേക്ക് പോകാൻ ചെറിയൊരു സ്ഥലമൊക്കെ ആയിട്ട്. അപ്പോൾ വൈഡർ റേഞ്ചിൽ നമുക്ക് ഇത് കൊളത്തിടാൻ പറ്റുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നിലേക്ക് വരുമ്പോൾ ഇവിടെയും ഡിസൈൻ കുറച്ച് മാറിയിട്ടുണ്ട് ക്ലിപ്പ് 4-നേക്കാളും. അപ്പോൾ ക്ലിപ്പ് 4 വേറൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇതൊന്ന് പീൽ ചെയ്ത് പോകണ ഒരു ഡിസൈൻ ആയിരുന്നു. ഹോപ്പ്ഫുള്ളി ഇതിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഈ സൈഡിൽ വരുമ്പോഴേക്കും 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു നെഗറ്റീവ് പോയിന്റ് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിലൊരു കളർ കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ ചെറിയൊരു LED ലൈറ്റ് കൊടുക്കായിരുന്നു. ഇത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, സൂക്ഷിച്ച് നോക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഈ പവർ ഓൺ ഓഫ് ബട്ടൺ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പവർ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഒരു പെയറിംഗ് മോഡിലേക്ക് പോകും, അല്ലെങ്കിൽ പെയർ ചെയ്യാനായിട്ടുള്ളതാണ് ഈ മിഡിൽ ബട്ടൺ, ബ്ലൂടൂത്ത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ലാസ്റ്റ് ബട്ടൺ ഇതാണ് ഓറാകാസ്റ്റ് ബട്ടൺ. ഇതൊരു റെവല്യൂഷണറി ഇന്റഗ്രേഷൻ ആയി പോയി. നമുക്ക് ഇതുപോലത്തെ നമുക്ക് എത്ര സ്പീക്കർ ഉണ്ടെങ്കിലും ഈ ഒരു ഓറാകാസ്റ്റ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു ന്യൂ ബ്ലൂടൂത്ത് ടെക്നോളജിയാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ 3 ബട്ടൺസ് കാണാം, പ്ലേ ആൻഡ് പോസ്, പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ. ഇതാണ് 3 ബട്ടൺസ് കൊടുത്തിരിക്കുന്നത്, വളരെ സിമ്പിൾ ആണ്. പിന്നെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്ററും കാണാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ക്ലിപ്പ് 5 എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ താഴെ USB-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്പീക്കേഴ്സിലും മൈക്കിൽ ഉൾപ്പെടെ ഇവർ JBLന്റെ സിഗ്നേച്ചർ കളറായിട്ടുള്ള ഈ ഓറഞ്ച് കൊടുത്തിരിക്കുന്നത് കാണാം. ഇത് ഓണാക്കുമ്പോൾ തന്നെ JBLന്റെ ഒരു സിഗ്നേച്ചർ സൗണ്ടാണ് കാണുന്നത്. അത് ഈ ഒരു ചെറിയ സ്പീക്കറിൽ മാത്രമല്ല, ഈ വലിയ സ്പീക്കറിലും ഈ ഒരു സൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. അപ്പോൾ ചാർജിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർജിങ് C ആണ് വരുന്നത്. 3 മണിക്കൂറാണ് ഫുൾ ചാർജിങ് ടൈം. കമ്പനി പറയുന്നത് ഫുൾ ചാർജിൽ 12 മണിക്കൂർ വരെ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നതാണ്. ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതൽ പ്ലേ ബാക്ക് ടൈം വേണമെന്നുണ്ടെങ്കിൽ JBLന്റെ ഒരു ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ പ്ലേ ടൈം പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം എക്സ്ട്രാ ഒരു 3 hours കൂടെ നമുക്ക് പ്ലേ ബാക്ക് ടൈം കിട്ടും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു സ്പീക്കർ മേടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓറാകാസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഇതിൽ ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ടെക്നോളജിയാണ്. അതായത് ഇതേപോലത്തെ എത്ര സ്പീക്കർ ഉണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്ത് പ്ലേ ചെയ്യാൻ പറ്റും. ചെറിയ സ്പീക്കർ മാത്രമല്ല, വലിയ പാർട്ടി ബോക്സ് ഉൾപ്പെടെ സ്റ്റേജ് 320 ആവട്ടെ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആവട്ടെ, നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. ഇത് IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് ആണ്. അതുകൊണ്ട് മഴയത്തോ അല്ലെങ്കിൽ പൂളിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എടുത്തിട്ട് പോകാം. പിന്നെ ക്ലിപ്പ് 4-നേക്കാളും കുറച്ചും കൂടെ പവർ ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. ക്ലിപ്പ് 4 5 വാട്ട് ആയിരുന്നു, ഇതിലേക്ക് വരുമ്പോൾ 7 വാട്ട് ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് JBL ക്ലിപ്പ് 5ന്റെ പുതിയ ബോക്സ്. ഫസ്റ്റ് തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്ന JBLന്റെ ബ്രാൻഡിംഗ് ആണ്. ഇവിടെ JBL ബൈ ഹാർമൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് ലേറ്റസ്റ്റ് 5.3 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ എഴുതിയിട്ടുണ്ട് 12 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം എന്ന്. ഇപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഓറാകാസ്റ്റിനെ പറ്റി ഫുൾ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മൾട്ടിപ്പിൾ സ്പീക്കറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ക്ലിപ്പ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു JBLന്റെ ബ്രാൻഡിംഗ് കാണാം. പിന്നെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ JBL പോർട്ടബിൾ ആപ്പ് ഉണ്ട് ഈ ഒരു സ്പീക്കറിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ ഒരു പാർട്ടി മൂഡാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ JBLന്റെ ഏത് സ്പീക്കർ പാർട്ടി ബോക്സ് ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു മൂഡ്. അപ്പോൾ ഇത്രയുള്ള ബോക്സ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗ് ഉണ്ട്. നമുക്ക് ബ്ലാക്ക് കളറാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സ്പീക്കറിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് നമുക്ക് കിട്ടും. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഒരു ബ്ലൂ ആയിരുന്നു, പക്ഷേ ബ്ലാക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഇപ്പോൾ USB-A to USB-C ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഓറഞ്ച് കളർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും സേഫ്റ്റി ഇൻഫർമേഷൻസും ഒക്കെയാണ്. അപ്പോൾ ഇതിനുള്ളിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്, എന്താണ് ബോക്സിനകത്തുള്ളതും എങ്ങനെയാണ് ബ്ലൂടൂത്ത് പെയർ ചെയ്യേണ്ടതെന്നുള്ളതും പിന്നെ പ്ലേ പോസ് ബട്ടൺസ് എല്ലാം, മൾട്ടി സ്പീക്കർ കണക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഓറാകാസ്റ്റ്. പിന്നെ ഇവിടെ പോർട്ടബിൾ ആപ്പ് നമുക്ക് ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്, അത് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ കാരാബിനർ ലേറ്റസ്റ്റ് ഡിസൈനെ പറ്റി അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാക്ടറി റീസെറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു JBL ബോക്സിൽ വരുന്നത്. അപ്പം ഞാൻ ഐപാഡായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇറ്റ്സ് 50% വോളിയം. അപ്പോൾ ഞാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് പോലെയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ലൊക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഈ സ്പീക്കർ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്യണം. അതിനുശേഷം മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇത് ഡിറ്റക്റ്റ് ആകും. ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. അപ്പോൾ കൊടുത്തേക്കാം. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞു. ഓപ്പൺ ആകുമ്പോൾ തന്നെ ഈ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പം കുറേ പ്രീസെറ്റ് കാണും ഈക്വലൈസറിൻ്റെ. മാത്രമല്ല ഇത്രയും ചെറിയ സ്പീക്കറിൽ കസ്റ്റം ഈക്വലൈസർ വരെ ഉണ്ട്. അതൊക്കെ നമുക്ക് പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അതിന് താഴെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പ്ലേ ടൈം ബൂസ്റ്റ് കാണാം. അത് ഇനേബിൾ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 3 മണിക്കൂറും കൂടെ എക്സ്ട്രാ പ്ലേ ബാക്ക് ടൈം കിട്ടും. പിന്നുള്ളത് നമുക്ക് ഒരു സ്റ്റീരിയോ പെയറായിട്ട് ഇതേപോലത്തെ വേറെ നമുക്ക് സ്പീക്കർ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഒരു സ്റ്റീരിയോ മോഡിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നുള്ളത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, പിന്നെ സീരിയൽ നമ്പറൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്കൊന്നും കൂടെ സോങ് പ്ലേ ചെയ്ത് നോക്കാം. JBL signature sound. അപ്പോൾ ഇതാണ് JBLൻ്റെ ഒരു പോർട്ടബിൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിലുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ സ്പീക്കേഴ്സായിട്ട് കണക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എൻ്റെ ഇതേപോലത്തെ വേറെ സ്പീക്കറില്ല, വലിയൊരു സ്പീക്കറുണ്ട്, സ്റ്റേജ് 320 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതായിട്ട് നമുക്കൊന്ന് പെയർ ചെയ്ത് നോക്കാം. സോ ഇറ്റ് ഇസ് കണക്റ്റഡ്. അപ്പോൾ 2 സ്പീക്കറും തമ്മിൽ കണക്റ്റ് ആയി. പിന്നെ ഇതിൽ ആഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഈ വൈഡ് വെറൈറ്റീസ് ഓഫ് JBLൻ്റെ സ്പീക്കർ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വയർലെസ് ആയിട്ട് നമുക്ക് ഓറാകാസ്റ്റ് വഴി നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. Now it's playing in that one, JBL Stage 320, and also here, and you can see it. You will get an extension of the voice. You will get that really the good bass from that Stage 320, and the vocal from here. It's really nice. I like it. അപ്പോൾ ഇതാണ് JBL Clip 5. വളരെ ചെറിയ സ്പീക്കറാണെങ്കിലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഡെയിലി യൂസിൽ ഈ ഉള്ളൊരു സ്പീക്കറാണിത്. മിക്കവാറും കിച്ചണിലുള്ളപ്പോഴും ഹാളിലുള്ളപ്പോഴൊക്കെ ഈ ഒരു സ്പീക്കറാണ് ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ ഇപ്പോൾ മൂവിയൊക്കെ കാണുമ്പോൾ ഈ ഒരു വലിയ സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ട് ഇതേപോലത്തെ 1-2 സ്പീക്കർ ബാക്കിൽ ഒരു റിയർ സ്പീക്കറായിട്ട് കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളി എഫക്റ്റൊക്കെ ആയിരിക്കും. അപ്പം സ്റ്റേജ് 320യുടെ റിവ്യൂവും പിന്നെ പാർട്ടി ബോക്സ് 310, 710 ഇതെല്ലാം വരുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരെ. എല്ലാവർക്കും ഗുഡ് ബൈ.